ബുധനാഴ്ചത്തെ ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് വളരെ നാടകീയമായ സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു. പ്രധാനമായും അനുമോളും ജീസലും തമ്മിലുള്ള വഴക്കാണ് എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ബിഗ് ബോസിന്റെ നിർദ്ദേശം ലംഘിച്ച് ജിസൽ ഫൗണ്ടേഷൻ ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് അനുമോൾ വഴക്ക് ആരംഭിക്കുന്നത്. ഇത് വലിയ തർക്കത്തിലേക്കും പിന്നീട് ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും എത്തി. അവസാനം അനുമോൾ നിലത്തിരുന്ന് കരയുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിൻ പുറത്തുപോയതും വലിയ ചർച്ചയായി. അനുമോളുടെ അക്രമോത്സുകമായ പെരുമാറ്റത്തിന് ബിഗ് ബോസ് വേണ്ടത്ര ശിക്ഷ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് നെവിൻ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളെയും ഞെട്ടിച്ചു. നെവിന്റെ സാധനങ്ങൾ പായ്ക്ക് ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടതോടെയാണ് നെവിൻ ശരിക്കും ഷോ വിട്ടു എന്ന് വ്യക്തമായത്. എന്നാൽ നെവിൻ ഷോയിലേക്ക് തിരിച്ചുവരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നോമിനേഷന് തൊട്ടുമുമ്പായി ആദിലയെയും നൂറയെയും പിരിക്കുകയാണെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചതും എപ്പിസോഡിലെ മറ്റൊരു പ്രധാന സംഭവമാണ്. ഒരു ടീമായി കളിച്ചിരുന്ന ഇരുവരുടെയും മുഖഭാവം ഇത് കേട്ടതോടെ മാറി. ഇവർ നോമിനേഷനിൽ ഉൾപ്പെടുകയും ചെയ്തു. അനുമോളുടെയും ജിസലിന്റെയും പ്രശ്നങ്ങളിൽ മറ്റ് മത്സരാർത്ഥികളായ അക്ബർ, ശരത്ത്, നെവിൻ, ഷാനവാസ് തുടങ്ങിയവരും ഇടപെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അനാവശ്യമായി തന്റെ ഭാര്യയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ശരത്ത് അനുമോളുമായി വഴക്കിട്ടു. അനുമോൾ അനാവശ്യമായി ബഹളമുണ്ടാക്കുന്നുവെന്ന് ഷാനവാസ് മുന്നറിയിപ്പ് നൽകി. മൊത്തത്തിൽ വലിയ വാദപ്രതിവാദങ്ങളും നാടകീയ സംഭവങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ.